മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നാളെ നമ്മുടെ എക്സാം ആണ് സോഷ്യൽ സയൻസിന്റെ. അപ്പൊ നിങ്ങൾ റൂറൽ കമ്മ്യൂണിറ്റി, ഡൈവേഴ്സിറ്റിയും സോഷ്യൽ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റൂറൽ കമ്മ്യൂണിറ്റി. ഗ്രാമസമൂഹത്തിന്റെ ഫീച്ചേഴ്സ് ചോദിക്കും, നിങ്ങളോട് പ്രത്യേകതകൾ ചോദിക്കും. അപ്പൊ എന്തെല്ലാമാണ് എഴുതേണ്ടത് മിസ് പറഞ്ഞുതരാം. ഓക്കെ, റൂറൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എന്താണ്? പീപ്പിൾ ഓഫ് റൂറൽ ഏരിയാസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ അല്ലെ. അവരെന്താണ്? യെസ്, പരസ്പരം അവർക്ക് അടുത്തറിയാൻ പറ്റും. ദേ നോ ഈച്ച് അതർ അല്ലെ. അവർ ഭയങ്കര അടുപ്പായിരിക്കും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടുത്തറിയുന്നവരായിരിക്കും. ദേ ക്ലോത്തിങ് ആർ സിമ്പിൾ ആൻഡ് സോ ആർ ദേ ലൈഫ് സ്റ്റൈൽ. ഗ്രാമീണരുടെ വേഷം എന്താണ്? സിമ്പിൾ ആയിരിക്കും, ലളിതമായിരിക്കും. ജീവിത രീതികൾ സങ്കീർണമല്ല. ദെൻ കൃഷിയും പിന്നെയോ അതുമായിട്ട് ബന്ധപ്പെട്ട അലൈഡ് ആക്ടിവിറ്റീസിലെ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും പിന്നെ എന്താണ് കാറ്റൽ കെയറിങ്ങും ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെയാണ് എന്താ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതാട്ടോ. അതായത് കൂട്ടുകുടുംബം, അതായത് ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, കൂട്ടുകുടുംബം അല്ലെ. അതായത് അച്ഛനമ്മമാർ, അച്ഛനനിയന്മാർ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു സിസ്റ്റം അല്ലേ കൂട്ടുകുടുംബം. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്ന ആളുകളായിരുന്നു റൂറൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പല ഗ്രാമീണ കുടുംബങ്ങൾക്കും അവരുടേതായിട്ടുള്ള തൊഴിലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്താണ്? യെസ്, സ്വർണ്ണപ്പണിക്കാരുണ്ടാവും, പിന്നെയോ തട്ടാമാരുണ്ടാവും, ആശാരി പണിക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കുലത്തൊഴിലുകൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, അവർക്ക് എന്താണ്? ദേ ഗേവ് ഇമ്പോർട്ടൻസ് അല്ലേ. അവരെന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? നൈബർഹുഡ് റിലേഷൻസ് അല്ലേ. അവരെന്തും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റ്സ് കൂടി നിങ്ങൾക്ക് ഏഡ് ചെയ്യട്ടോ. ദേ ഗിവ് ഇമ്പോർട്ടൻസ് എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുത്തത്? യെസ്, നൈബർഹുഡ് റിലേഷൻ അല്ലെ. നൈബർഹുഡ് റിലേഷൻ, അതായത് അയൽപ്പക്ക ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത, ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകളും കൂടിയായിരുന്നു ആര്? നമ്മുടെ ഗ്രാമസമൂഹത്തിലെ ആളുകൾ. അപ്പൊ നിങ്ങൾ ഇതിലൊരു 2 or 3 അല്ലെങ്കിൽ 3 എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. റൂറൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ എന്താണ് സെറ്റ് ആക്കി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇടും. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ മക്കളെ, ബൈ.